പാലക്കാട് ജില്ലയിൽ വൈജ്ഞാനിക രംഗത്ത് വേറിട്ട മുന്നേറ്റം. ഒറ്റപ്പാലം മർക്കസ്. ഒറ്റപ്പാലം പ്രദേശത്തെ വൈജ്ഞാനിക പുരോഗതികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രദേശത്തുള്ള ഏതാനും സംഘടനാ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ചതിൽ നിന്നും രൂപപ്പെട്ടു വന്നതാണ് ഇന്നീ കാണുന്ന ഒറ്റപ്പാലം മർക്കസ്. വിദ്യാഭ്യാസപരമായും പുരോഗതി ഉണ്ടാവുക എന്നത് ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് ആർക്കും അറിയാം. പക്ഷെ കേവല വിദ്യാഭ്യാസങ്ങളെ കൊണ്ട് മാത്രം ഒരു മനുഷ്യന് യഥാർത്ഥ മനുഷ്യനാവാനാകുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ധാർമ്മികതകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒറ്റപ്പാലം മർക്കസ് രൂപപ്പെടുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് പരിസര പ്രദേശത്തുള്ള എല്ലാവർക്കും നന്നായ പരിചയവും ബോധവുമുണ്ട്. സ്ഥാപനത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നിലനിൽക്കുന്നത് LKG ക്ലാസ് മുതൽ +2 വരെ നിലനിൽക്കുന്ന ഇസ്ലാമിക് സെൻട്രൽ സ്കൂളാണ്. ഇപ്പോൾ ഏകദേശം 1300ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ ചെറിയ ഒരു സംവിധാനത്തോടുകൂടെ ആരംഭം കുറിച്ച് ഇന്ന് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹത്തോടെ ഈ പ്രദേശത്തുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെയും സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സ്ഥാപനത്തിലെ അധ്യാപകരുടെയും മറ്റു മാനേജ്മെന്റ് സ്റ്റാഫുകളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടെ ഇന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ അത്യുന്നത നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി നമ്മുടെ ഇസ്ലാമിക് സെൻട്രൽ സ്കൂൾ മാറിയിട്ടുണ്ട്. മതവിദ്യാഭ്യാസത്തിന്റെ ഭാഗവും കൂടി ഉൾക്കൊള്ളിക്കുന്ന നിലക്ക് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഏകീകരിപ്പിച്ചുകൊണ്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക എന്ന അടിസ്ഥാനപരമായ ലക്ഷ്യം രൂപപ്പെടുത്തുന്നതിൽ ഒറ്റപ്പാലം മർക്കസിന് കൃത്യമായ ധാരണയും കൃത്യമായ ലക്ഷ്യവുമുണ്ട് എന്നത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ അവരിലൂടെ എല്ലാ വിദ്യാഭ്യാസ പുരോഗതികളോടൊപ്പം തന്നെ ധാർമ്മികതകളും ഉയർന്നു നിൽക്കുന്നത് ഈ സമുന്നയ വിദ്യാഭ്യാസത്തിന്റെ നേട്ടമായി കാണാനാകും. ഒറ്റപ്പാലം മർക്കസിന്റെ മറ്റു സംരംഭങ്ങളായി ശരീഅത്ത് കോളേജ് ഇവിടെയുണ്ട്. ഏകദേശം 50ഓളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശരീഅത്ത് കോളേജ് മതപരമായ വിദ്യാഭ്യാസം പഠിക്കുകയും അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഒറ്റപ്പാലം പ്രദേശത്ത് നിന്ന് എടുത്തുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെയും പരിസര നാട്ടിലെയും മതവിദ്യാഭ്യാസത്തോട് താല്പര്യമുള്ള ഒരു കൂട്ടം നല്ല വിദ്യാർത്ഥികളെ ഒരുമിച്ചിരുത്തി അവർക്ക് മതപരമായ മൂല്യങ്ങളെയും കർമ്മപരമായ കാര്യങ്ങളെയും വിശ്വാസപരമായ കാര്യങ്ങളെയും പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ഭൗതികപരമായി ഉയർച്ചക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നു എന്നത് നമ്മുടെ ശരീഅത്ത് കോളേജിന്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ ശരീഫ് 30 ജുസുകളും കാണാതെ പഠിക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഒറ്റപ്പാലം മർക്കസിന്റെ മറ്റൊരു സംരംഭമാണ്. ഇപ്പോൾ ഏകദേശം 35ഓളം കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായമായ ഫാത്തിഹ സൂറത്ത് മുതൽക്ക് അവസാനത്തെ അധ്യായമായ സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അടക്കമുള്ള മുഴുവൻ സൂറത്തുകളും മുഴുവൻ ജുസുകളും കാണാതെ വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ പഠിക്കുകയും ആ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസവും തുടർന്ന് കോളേജ് വിദ്യാഭ്യാസവും നൽകാൻ കഴിയുന്നു എന്നത് ഒറ്റപ്പാലം മർക്കസിന്റെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളിൽപ്പെട്ട ഒന്നാണ്. അങ്ങനെ ആ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനും അതോടൊപ്പം ആധുനിക വിദ്യാഭ്യാസത്തെയും ഒരുമിച്ച് സമന്വയിപ്പിച്ചു കൊണ്ടുപോയി കുട്ടികളെ സമൂഹത്തിന് മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നത് സ്ഥാപനം ലക്ഷ്യം വെക്കുന്നു. അതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
ഓറിയന്റൽ അറബിക് കോളേജ്. ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പുരോഗതികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രികളെല്ലാം പൂർത്തിയാക്കാവുന്ന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ആ സ്ഥാപനത്തെ ഒരുക്കിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെ വേറിട്ട സംവിധാനങ്ങളുള്ള ഒരു സ്ഥാപനമായി ഈ ഓറിയന്റൽ അറബിക് കോളേജ് മാറിയിട്ടുണ്ട് എന്നത് വളരെ സന്തോഷത്തോടുകൂടി അയവിറക്കുകയാണ്. അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഡിഗ്രികൾ പൂർത്തിയാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ ദഅവ കോളേജ് മർക്കസിന്റെ മറ്റു സംരംഭമാണ്. ഈ സംരംഭങ്ങളുടെ ഭാഗമായി ഏകദേശം 100ഓളം വരുന്ന മതവിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിൽ ഒതുങ്ങിക്കൂടി താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ സംവിധാനങ്ങളും ഒരുക്കുന്നതിന്റെ ഭാഗമായി ഓരോ മാസവും 2 ലക്ഷത്തോളം രൂപ സ്ഥാപനത്തിന് ചെലവായിക്കൊണ്ടിരിക്കുന്നു. ഈ വലിയ ബാധ്യത ഈ പ്രദേശത്ത് നല്ല മനസ്സുകളിൽ നിന്ന് സ്വരൂപിക്കുന്നു. സ്ഥാപനത്തെ സ്നേഹിക്കുന്ന മുഴുവൻ സഹകാരികളോടും സാന്ദർഭികമായി അഭ്യർത്ഥിക്കാനുള്ളത്, സ്ഥാപനത്തിന്റെ എല്ലാവിധ പുരോഗതികൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളുടെ പുരോഗതികൾക്ക് വേണ്ടി കാര്യമായ പിന്തുണകളും പ്രാർത്ഥനകളും സഹകരണങ്ങളും ഉണ്ടാകണമെന്നതാണ്. പ്രത്യുപകാരമായി സ്ഥാപനത്തിൽ നിന്ന് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആളുകൾക്ക് നൽകുന്നത് വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, പരിശുദ്ധമായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുന്ന ഈ നല്ല വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ ആത്മാർത്ഥതയുള്ള കൽബിൽ ശുദ്ധിയായിരിക്കുന്ന ഹൃദയത്തിനുടമകളായ ആ കുട്ടികളുടെ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ നേടാൻ കഴിയുമെന്ന കാര്യം കാലം തെളിയിച്ചതാണ്. കുട്ടികളുടെ പ്രാർത്ഥനാ മജ്‌ലിസുകളുടെ ഭാഗമായി മാസാന്തം നടക്കുന്ന കുതുബിയത്തിന്റെ സദസ്സുകളുണ്ട്, ആഴ്ചകളിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസുകളുണ്ട്, ദിനേന നടക്കുന്ന ഹദ്ദാദ് റാത്തീബിന്റെ മജ്‌ലിസുകളുണ്ട്. ഈ മജ്‌ലിസുകളിൽ വെച്ച് നാനോന്മുഖ പുരോഗതികൾക്ക് വേണ്ടിയുള്ള ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ ഉണ്ടാകുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് വിദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾക്ക് അവരുടെ പുരോഗതികൾക്ക് ഗുണം ചെയ്തതായി ഇന്നലെകളിലുള്ള മർക്കസിന്റെ ചരിത്രങ്ങളിലൂടെ ബോധ്യപ്പെടാൻ കഴിയുന്നു. ഈ സ്ഥാപനത്തിന് ആത്മീയമായ പുരോഗതികൾ നൽകിയ ബഹുമാനപ്പെട്ട മാത്തൂർ ഉസ്താദും ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദും അടക്കമുള്ള കൈപ്പമംഗലം കരീം ഹാജിയും കൊണ്ടൂർ ഉസ്താദ് അടക്കമുള്ള വലിയ ആളുകളുണ്ട്. ഇപ്പോഴും സ്ഥാപനത്തിന്റെ ആത്മീയ രംഗത്തും അതോടൊപ്പം തന്നെ സ്ഥാപനത്തിന്റെ നിർമ്മാണാത്മകമായ പുരോഗതികൾക്കും ആവശ്യമായ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള വലിയ പണ്ഡിത നേതൃത്വത്തിന്റെയും SSF, SYS അടക്കമുള്ള സംഘടനകളുടെയും പിന്തുണകളോടുകൂടെയും പരിശ്രമത്തിന്റെയും ഫലമായാണ് ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും. ഒറ്റ കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ശബ്ദം കേൾക്കുന്ന, ഈ വിഷയം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഈ സ്ഥാപനത്തിന്റെ ഗുണകരമായ പുരോഗതികൾക്ക് ആവശ്യമായ ഇടപെടലുകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായ സഹകരണങ്ങളും നൽകണം എന്നീ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. സർവശക്തനായ അല്ലാഹു സഹകാരികളായ എല്ലാ ആളുകൾക്കും ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോട്